പൂർത്തിയാക്കണം. ഇപ്പോൾ തന്നെ ഉച്ചഭക്ഷണം കഴിക്കാനുള്ള സമയമായി. നിങ്ങളുടെ ഈ അഴുക്കുള്ള ചെരുപ്പൊന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തൂടെ? ഞാനിവിടെ മൊത്തം ഇപ്പൊ തുളച്ചതല്ലേ ഉള്ളൂ. അത് കുറച്ച് പൊടിയല്ലേ, ഞാനത് തുളച്ച് വൃത്തിയാക്കതാണ്. താങ്ക് യു. പിന്നെ ഈ മലനിരകൾ വൈകുന്നേരം തൂക്കുന്നതാണ് നല്ലത്, എല്ലാം ഒതുങ്ങിയതിന് ശേഷം. അതാണ് നല്ലത്. അങ്ങനെ ചെയ്താലേ നമുക്ക് ആരോഗ്യം ഉണ്ടാകും. നീ ഇങ്ങനെ ഇതിലൊന്ന് മുക്കി കഴിച്ചു നോക്കൂ, അപ്പോൾ ഇതിന്റെ സ്വാദ് കൂടും. ഇതൊന്നും ശരിയായ രീതിയല്ല. നീ ശീലിച്ച കാര്യങ്ങളൊന്നും ഒരിക്കലും മാറ്റാനുള്ളതല്ല. ക്ഷമിക്കണം മിസ്. അല്ല, അപ്പോ ഈ സൂപ്പ് കുടിക്കുന്നതിന് എന്താണ് ശരിയായ രീതി മിസ് റോട്ടമായ? ഇത് ഇങ്ങനെയൊന്നും അല്ല സർ. പ്രത്യേകിച്ച് നഗരത്തിൽ നിന്ന് വന്ന ഞങ്ങൾക്ക്. നിങ്ങളിപ്പോ നിങ്ങളുടെ പട്ടണത്തിലല്ല ഉള്ളതെന്ന് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള വാക്കുകൾ ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. ആരുടെ ഇവിടുത്തെ താമസം അവർക്ക് ഇഷ്ടമുള്ള പോലെ ആയിക്കോട്ടെ. പിന്നൊരു കാര്യം, ഇനി മേലല്ല ആയുധങ്ങളിൽ കൈവയ്ക്കരുത്, ഓർമ്മയിരിക്കട്ടെ. ഞാൻ കൈവയ്ക്കില്ലായിരുന്നു, നിങ്ങളത് ശരിയായ സ്ഥലത്ത് വെച്ചിരുന്നെങ്കിൽ. അതെ, ഞങ്ങളെ ഇത് മലനിരകളിലേക്ക് പോകാൻ അനുവദിച്ചാൽ നന്നായിരുന്നു. ക്ലാര ഇതുവരെ മൊബൈൽസിനെ കണ്ടിട്ടില്ല, അതിനൊന്ന് കാണിച്ചു കൊടുക്കായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഹൈഡി, അതൊരു നല്ല കാര്യമാണെന്ന്. മലനിരകൾ ക്ലാരയ്ക്ക് നല്ലതല്ല. പിന്നെ ആ വഴിയിൽ വീൽചെയർ കൊണ്ട് പോകാനും പറ്റില്ല. മിസ്റ്റർ സസ്മിൻ അത് ഒരിക്കലും അനുവദിക്കുകയുമില്ല. അതുപോലെ നല്ല ഇടിവിട്ട് മഴ വരുന്നതെന്ന് തോന്നുന്നു. നിങ്ങൾക്കതെങ്ങനെ മനസ്സിലായി എന്നൊന്ന് പറഞ്ഞു തരാമോ? കഴുത്തിന് പിറകിൽ ഒരു വേദന വരും. അത് എപ്പോ സംഭവിച്ചാലും കാലാവസ്ഥ മാറുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടും. ഞാൻ ഗ്രാമത്തിലോട്ട് പോയിട്ട് കുറച്ച് പുസ്തകങ്ങൾ കൊണ്ടുവരാം. നീ ഹൈഡി അത് വായിക്കും. ജീവിതം പുസ്തകങ്ങളിൽ മാത്രമല്ല പഠിക്കാനുള്ളത്. എനിക്കിപ്പം ജോലി ബാക്കിയുണ്ട്, ഞാൻ പോകും. അവർ ഗ്രാമത്തിൽ പുസ്തകങ്ങൾ എടുക്കാൻ പോയി. നിനക്കൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ അത്? അത് നിനക്ക് മലമുകളിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു സാധനമാണ്. എന്തായാലും അവരോട് ഇപ്പം പറയണ്ട, അവരറിഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ല. അപ്പോ ആരാ എന്റെ കൂടെ മലമുകളിലേക്ക് മാമോസിനെ പിടിക്കാൻ വരുന്നത്? നമുക്കൊരു കഥയിൽ വെച്ചിട്ട് പോവാ. റോട്ടിൽ നേർക്ക് ചിലപ്പോ വേദനാതിപ്പെട്ടാലോ? അത് ശരിയാ. നമ്മൾ തിരിച്ചു വരുമ്പോ അവരുടെ വഴക്ക് കേൾക്കണ്ടല്ലോ. ഞാൻ എഴുതിക്കോളാം. എങ്കിൽ പോകാൻ തയ്യാറായിക്കൊള്ളൂ. എന്തൊരു മനോഹരമായിരിക്കണം. എന്തൊരു സുഗന്ധം, നല്ല ശുദ്ധമായി. എനിക്കിതൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതേ അല്ല. നന്ദിയുണ്ട് ഹൈഡി, എന്റെ മുത്തശ്ശനും നന്ദിയുണ്ട്. നോക്കിയേ, അതൊരാടല്ലേ? നമുക്കതിനെ സഹായിച്ചാലോ? അത് സാരമില്ല, മലമുകളിലെ ആടുകൾ നല്ല അഭ്യാസികളാണ്. പക്ഷെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വഴിയൊന്നും കാണുന്നില്ല.
നമുക്കിനി മലമുകളിലേക്ക് പോകാം.